ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ കണ്ടന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലർക്കെങ്കിലും ചിലപ്പോൾ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അതായത് ഒട്ടുമിക്ക എല്ലാവരുടെയും ആഗ്രഹം തന്നെയായിരിക്കും നമുക്ക് ഡ്രൈവിംഗ് പഠിക്കുക എന്നുള്ളത്. അതിപ്പോൾ 2 വീലർ ആയാലും 4 വീലർ ആയാലും. ഇപ്പോൾ 2 വീലർ പഠിക്കുന്ന ഒരു വ്യക്തി ഫസ്റ്റ് അയാളുടെ തിങ്ക് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വണ്ടീനെ മേലെ കയറിയിരുന്ന കാലെത്തുമോ. ഇപ്പം അധികം എടുത്ത് നമ്മൾ ഗിയർ വണ്ടിയാണല്ലോ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ബൈക്കിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് കാലെത്തുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അതായത് കുറച്ച് ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർ ഒക്കെ ആണെങ്കിൽ നല്ല രീതിക്ക് ടെൻഷൻ ഉണ്ടാവും എനിക്ക് കാലെത്തുമോ എന്നുള്ളത്. ഇനി അതെല്ലാം അത്യാവശ്യം ഹൈറ്റുള്ള ഗേൾസ് തന്നെ എന്താ പറയുക ബാക്ക് അടിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് പേര് ഈ ഒരു പ്രശ്നം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ തന്നെ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹൈറ്റ് എത്രയാണെന്നുള്ളത് ഞാൻ പറയാം. അതായത് എൻ്റെ ഹൈറ്റ് വെറും 141 സെൻറ്റിമീറ്ററാണ്. ഞാനിപ്പം കറൻ്റ്ലി 2 വീലർ ആൻഡ് 4 വീലർ ലേൺ ചെയ്യുന്ന ഒരാളാണ്. അപ്പം എനിക്കിത് സാധിക്കുമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും സാധിക്കും എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗിയർ വണ്ടി ഹോണ്ടയുടെ ബൈക്കാണ്. അതിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് നമ്മുടെ 2 വിരൽ മാത്രമേ നിലത്ത് കുത്താൻ വേണ്ടി പറ്റുള്ളൂ. വണ്ടിയിൽ നമ്മൾ അത്രയും എത്തിയാൽ മതി. നമ്മൾ ബാലൻസിങ് ആണ് മെയിനായിട്ട് വേണ്ടത് എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ വേറെ വീഡിയോ കൂടെ കാണിക്കുന്നത്, അതായത് ഈ 141 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഞാൻ 8 എടുക്കുന്ന വീഡിയോ കേട്ടോ. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതിൻ്റെ ഉദ്ദേശം വേറെ ഒന്നുമല്ല. ഈ ഹൈറ്റ് കുറഞ്ഞ് എന്ന് പറഞ്ഞിട്ട് ബാക്ക് അടിക്കുന്നവരാരും എന്താ പറയുക ഡ്രൈവിങ്ങിനെ ഭയക്കേണ്ടതില്ല കേട്ടോ. അപ്പം ജസ്റ്റ് എൻ്റെ ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടിട്ട് ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ആ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ കമൻറ്റ് ചെയ്യുക.